അപ്പോൾ ഗൈസ്, ടൈം ടു ലീവ് ദ സിറ്റി. ഒരിക്കൽ നായ നക്കിയാൽ പാൽപ്പായസം ആണെങ്കിലും അതും നായ നക്കിയത് തന്നെയാണ്. ഒരിക്കൽ നായ നക്കിയ ഒരു ഇത് നമുക്ക് എന്തായാലും വേണ്ട. ഇനി നമ്മുടെ വീടങ്ങ് വിട്ടിറങ്ങി. ഇനി നമ്മുടെ ഗ്യാങ് ഹൗസ് അല്ല ഇത്. വാ. അപ്പോൾ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഞങ്ങളെ ഇവിടുത്തെ സിറ്റിയിൽ നമുക്ക് കുറേ ആസ്തികളും ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നമ്മൾ ഏകദേശം ഒരു 1400 കോടിക്കാണ് ഈ ഒരു ഗൺ ഷോപ്പ് നമ്മൾ മേടിച്ചത്. അപ്പോൾ നമുക്ക് പോകുന്നതിന് മുമ്പ് ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ട്. പിന്നെ നമുക്ക് അത്രയ്ക്ക് ബ്രദർഹുഡ് ഒന്നും അല്ലായിരുന്നു. എന്നാലും നമ്മൾ പറഞ്ഞാൽ നമ്മൾക്ക് ബെല്ലാരിയൊക്കെ ആയിരുന്നു നമ്മുടെ ഒരു ബ്രദർ. പക്ഷേ നമുക്ക് നമ്മുടെ കൂടെ വിസ എടുത്ത് അവരും വരുന്നുണ്ട്. നമ്മുടെ ഒരു ഇതിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഗൺ ഷോപ്പിൻ്റെ ഓണർഷിപ്പ് നിങ്ങൾക്ക് ആയിട്ട് മാറ്റിത്തരാനുള്ള ഒരു ഇതാണ്. സ്വന്തം ഇത് എൻ്റെ പേരിലാണ് ഗൺ ഷോപ്പ്. അപ്പോൾ ഈ ഗൺ ഷോപ്പ് നിങ്ങളുടെ ഇതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തിനാണെന്ന് വെച്ചാൽ ഒരു തീരുമാനം എടുത്തിട്ട് സംഭവം അവര് ചെയ്തത് FRP അല്ലാതെ നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല. ബ്രോ, ഇമാതിരി ചെറ്റത്ര മൾട്ടിപ്പിൾ ആയിട്ടൊരു ഗ്യാങ് ഇത് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അതിൽ ഇന്റർഫിയർ ചെയ്യാൻ ഒന്നും തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ശരിക്കും മോശമാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ശരിക്കും ഈ കാണുന്ന മറ്റേ 5 വയസ്സുള്ള ചെറുക്കനെ വരെ അറിയാം അവന്മാരും ഇത്തരത്തിന്റെ അങ്ങേറ്റോ കാണിക്കുന്നതെന്ന്. ടിക്കറ്റ് വലിച്ചു, അത് നമ്മൾ എന്തായാലും ആക്ഷൻ ടിക്കറ്റ് കളവാണോന്നും വലിക്കണ്ട. എനിക്ക് ഇമാരി വെടലപ്പട്ടികളോടത്ത് കളിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ കളിക്കുന്നില്ല. നിങ്ങൾ ഇവിടെ നിന്ന് ഡിസിഷൻ എടുക്കോ, എടുത്തോ, എന്ത് വേണം ചെയ്തോ, അമ്മമാര് പുറത്താക്കോ, എന്ത് വേണം ചെയ്തോ. എന്റെ തീരുമാനം ഞാൻ ഇവിടെ പറയണ വന്നേ. ഇമാരി ഒരു കളിക്കാൻ ടി വിക്ക് താല്പര്യമില്ല. ടി വി ഇവിടുന്ന് ഷോട്ട് ഞാൻ എടുത്ത് കളഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല. കണ്ണപ്പി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി നേരം പോലെ ഓർത്തണം. പക്ഷെ അപ്പാപ്പനെ പറഞ്ഞതിന് സോറി പറയാൻ റെഡിയാണ്. ഇത് ഞാൻ പറഞ്ഞ ഇത് ഈ പോക്ക പോകുന്നതിൽ ഇതെന്തായാലും നല്ല രീതിയിൽ നിൽക്കൂല. കണ്ണാപ്പിക്ക് ഇത്രയായിട്ട് കേൾക്കാരാന്നറിയില്ലേ? തിരിച്ചൊരു വ്യക്തിയും നട്ടുള്ള ലീഡറാണ് വ്യക്തിയും അതന്നെ ഞാൻ ചെയ്തുള്ളേ. തിരിച്ച് ടിവിയുടെ ഇവിടുന്ന് ഇനി അപ്പാപ്പനും കിട്ടത്തില്ല, ഇനി കാർലോയ്ക്കും കിട്ടത്തില്ല. സോറി കാര്യം പറഞ്ഞേ. 2 രൂപ താല്പര്യം അടിക്കാൻ പറയാം. ഇവിടെ പല ഗ്യാങ് വാർ കളിച്ചിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. ഇതുമാതിരി ഗ്യാങ് വാർ കളിച്ച് നാട്ടുകാർ മൊത്തം ആഘോഷിച്ച ഗ്യാങ് വാർ. സത്യം, സിറ്റി മൊത്തം ഹാപ്പി. TV ഫാൻസിനെ ഡിസപ്പോയിന്റ് ചെയ്തതിൽ ഞങ്ങളുടെ ഒരു മിസ്റ്റേക്കാണ്. നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾ ഉണ്ടാക്കി തരും. അവൻ കോള് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇവിടെ വാ, നീ രാത്രി അവൻ എനിക്ക് വേണ്ടി പോയി പടക്കം മേടിച്ചോണ്ട് വന്ന് പൊട്ടിച്ചു. താങ്ക് യു സോ മച്ച്. നോക്കി ഒരു ആവശ്യം വന്നപ്പോ എന്തായത് ഈ ബാബു മാത്രം എനിക്കുണ്ടായിരുന്നു. ഞാൻ ഒരു ഡൗട്ട് ചോട്ടെ, ഈ താറാവ് പറക്കും ഈ അടിയന്തര അവസ്ഥകളിൽ എല്ലാരും അണ്ണു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അണ്ണുവാണല്ലോ. നിങ്ങൾ ആരൊക്കെ അവൻ എന്തൊക്കെ തെറി പറഞ്ഞാലും ഇപ്പോഴും എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്, എൻ്റെ ഒരു അനിയനെപ്പോൾ തന്നെയാണ്. ഇപ്പൊ ജർമ്മൻ കണ്ണാത്തി, ഞാൻ കോച്ചിങ് കണ്ണാത്തി. നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടായാലും കൂടിയിട്ട് ഞാനും മൈൻസ് തമ്മിലുള്ള സംഘത്തിൽ ഒരു കോട്ടയുണ്ട്. കാർലോ വാസു അതൊക്കെ അത്രേ ഉള്ളൂ, പിന്നല്ല. EVX KV എന്നാട്ടാ എൻ്റെ അടുത്ത് തന്നെ
ഞങ്ങൾക്ക് ഇത് ഇവിടെ എൻഡ് ചെയ്യാനാണ് താല്പര്യം. ഇത് ഈ രീതിയിൽ നമുക്ക് ഇവിടെ എൻഡ് ചെയ്യാനാണ് താല്പര്യം. ഇതിന്റെ പേരിൽ കമ്മ്യൂണിറ്റിയിൽ ഏതെങ്കിലും ഒരുത്തിന്റെ ദേഹത്ത് വെളിയിൽ ഏതെങ്കിലും ഒരുത്തൻ തൊടണം. പിന്നെ നീ വീട്ടിൽ കിടന്ന് ഉറങ്ങൂല. हुकुम टाइगर का हुकुम.